വിജയകുമാർ ഒന്ന് വിളിച്ചോണത്തേക്കുള്ളൂ. അപ്പോ ശ്യാമ, ആലത്തൂരിൽ ഏത് ബൂത്തിൽ നിന്നാണ് ശ്യാമ വിവരങ്ങൾ നൽകുന്നത്? എന്താണ് അവിടുത്തെ അവസ്ഥ? മോക്ക് പോൾ ഒക്കെ കഴിഞ്ഞ് എന്താ വോട്ടർമാരുടെ ക്യൂ തുടങ്ങിയോ അവിടെ? ഗുഡ് മോർണിംഗ് പറയൂ ശ്യാം. ഗുഡ് മോർണിംഗ് SKN. ഇവിടെ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ബൂത്തിലാണ് ഈ നിലവിലെ UDF സ്ഥാനാർത്ഥി കൂടിയായ രമ്യ ഹരിദാസിന് വോട്ടുള്ളത്. 1265 വോട്ടുകൾ രേഖപ്പെടുത്തേണ്ട ബൂത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ സമ്മതിദാന അവകാശം രേഖപ്പെടുത്തേണ്ടവരാരും എത്തിയിട്ടില്ല. പക്ഷേ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. രാവിലെ മോക്ക് പോളിംഗ് ഒക്കെ കഴിഞ്ഞു. എല്ലാം നേരെയാണ് എന്നുള്ളത് ഉറപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഉദ്യോഗസ്ഥരൊക്കെ എത്തിയിട്ടുണ്ട്. അതിൻ്റെ അവസാനവട്ട ഒരുക്കങ്ങളിലാണ് ഏകദേശം. ഏതായാലും വോട്ടർമാരാരും ഇങ്ങോട്ട് എത്തിയിട്ടില്ല. അതിനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നു. ഇവിടെ കാത്തിരിക്കുന്നത് രാവിലെ 7 മണിയാകുമ്പോൾ ആലത്തൂരിലെ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് ഇവിടെ വോട്ട് രേഖപ്പെടുത്താൻ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതിനുവേണ്ടിയുള്ള കാത്തുനിൽപ്പാണ് നമ്മൾ ഉൾപ്പെടെയുള്ളവർ. ഏതായാലും രാവിലെ മുതൽ വോട്ടർമാർ എത്തിത്തുടങ്ങുമെന്നുള്ളതാണ് പ്രതീക്ഷ. സാധാരണ ഉച്ചയ്ക്ക് മുൻപ് കനത്ത പോളിംഗ് നടക്കുന്ന ഒരു ബൂത്താണിത്. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ വോട്ടർമാരുടെ സാന്നിധ്യം ഉണ്ടാകുമെന്നാണ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും പറയുന്നത്. ബാക്കി മണ്ഡലങ്ങളിലെ എല്ലാ സ്ഥലങ്ങളിലും വോട്ടിങ്ങിന് ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. ഇതുവരെ ഒരു കുഴപ്പവുമില്ലാത്ത രീതിയിൽ തന്നെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നുണ്ട്. മണ്ഡലത്തിൽ 12 പ്രശ്നബാധിത ബൂത്തുകളുണ്ട്. അവിടെയൊക്കെ കനത്ത സുരക്ഷ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ബൂത്തിൽ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. ഇനി വോട്ടർമാർ എത്തി വോട്ട് രേഖപ്പെടുത്തി തുടങ്ങിയാൽ മാത്രം മതി. SKN. ഷമീർ അലയടത്ത് ചോദിക്കുന്ന ആഷ്മി പറഞ്ഞ ആപ്പിന്റെ പേര് പഠിക്കുന്നതാണല്ലോ ആഷ്മിയുടെ ജോലി എന്ന് പറയുന്നത്. ഇലക്ഷൻ മൂവ് നമ്മൾ ഒന്നിച്ചാണ് മൂവ് ചെയ്യുന്നത് ഇലക്ഷനൊക്കെ തന്നെ. അപ്പോൾ വടകര മണ്ഡലം തലശ്ശേരി ബൂത്ത് 59 എന്ത് സംഭവിച്ചെന്ന് ആഷ്മി പറഞ്ഞത്? വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു നയപ്രഖ്യാപനം ഉണ്ടെന്ന്. അതായത് നമ്മൾ ഈ വാർത്തകളെ ഒന്നും അവഗണിക്കില്ല. ഇത് ഇലക്ഷൻ ഇന്ന് വലിയൊരു ഉത്സവമാണ്, ജനാധിപത്യത്തിൻ്റെ ഉത്സവം. അതിൻ്റെ അർഹിക്കുന്ന ഗൗരവത്തോടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. സ്വീകരണ മുറികളിലും അതുപോലെ നമ്മുടെ വാർത്താ മുറികളിലും അതുപോലെ അതിനെല്ലാം ഉപരി നമ്മുടെ മൊബൈൽ ഫോണിലും ലോകമെമ്പാടും നമ്മൾ ഓരോ നിമിഷം എത്തിച്ചുകൊണ്ടിരിക്കും. അതോടൊപ്പം ഒരു വാർത്തയും മിസ് ചെയ്യാതെ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. അപ്പം നിങ്ങൾ വാർത്ത കാണില്ലേ എന്നൊരു സംശയമുണ്ട്. വാർത്ത കാണും, നമ്മൾ അറിയും, വാർത്തകളോട് പ്രതികരിക്കുകയും ചെയ്യും. അപ്പോൾ വാർത്തകളുണ്ടാകും. അതോടൊപ്പം തന്നെ ഇന്നത്തെ ഏറ്റവും വലിയ വിധി ദിനം, ഈ ദിനത്തിൻ്റെ എല്ലാ പ്രാധാന്യവും അത് എൻ്റെ അർഹിക്കുന്ന ഗൗരവത്തോടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കും.